ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടുകൾ സ്ഥിരീകരിച്ച സംസ്ഥാന വിജിലൻസ്. കൊടിമരത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണത്തിന്റെ കൃത്യമായ കണക്കില്ലെന്ന ഗുരുതര കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയത്. ബാക്കി വന്ന 30 പവൻ സ്ട്രോങ് റൂമിലുണ്ടോ അതോ താഴികക്കുടത്തിൽ പൂശിയോ എന്നതിലാണ് അവ്യക്തത. 2017 കൊടിമരത്തിൽ പൂശാനായി 9 കിലോ 160 ഗ്രാം സ്വർണം ദേവസ്വം ബോർഡ് പണം നൽകി കസ്റ്റംസിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇതുകൂടാതെ 412 ഗ്രാം സ്വർണം 27 ഭക്തർ സംഭാവനയായും നൽകി. 8 സിനിമാ പ്രവർത്തകരും ഇതിൽ ഉൾപ്പെടും. ഇങ്ങനെയാകെ 9 കിലോ 570 ഗ്രാം സ്വർണം ലഭിച്ചപ്പോൾ അതിൽ 9 കിലോ 340 ഗ്രാമാണ് പുതിയ കൊടിമരത്തിൽ പൂശിയത്. 233 ഗ്രാം അഥവാ 30 പവൻ സ്വർണം കണക്ക് പ്രകാരം ബാക്കി വന്നു. എന്നാൽ ഈ സ്വർണം എവിടെയെന്നതിന് കൃത്യമായ രേഖകളില്ല. 27 പേർ സ്വർണം സംഭാവന ചെയ്തെന്ന് പറയുമ്പോഴും അതിൽ 12 പേർ നൽകിയതിന് രേഖകളില്ല. സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, സംഭാവന നൽകുന്നവർക്കും ദേവസ്വം ബോർഡിനും നൽകേണ്ട രസീതുകൾ കൃത്യമായി ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല. ലോക്കറിൽ സൂക്ഷിക്കേണ്ട 3A ഫോം രസീതുമില്ല. ബാക്കി വന്ന ഈ സ്വർണം താഴികക്കുടത്തിൽ പൂശിയെന്ന് അന്ന് ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന കോൺഗ്രസ് അംഗം അജയ് തറയിൽ പറയുമ്പോഴും ഇക്കാര്യം സ്ഥിരീകരിക്കാനുള്ള രേഖകൾ വിജിലൻസിന് ലഭിച്ചിട്ടില്ല. സ്ട്രോങ് റൂമിലുണ്ടോ എന്നതിലും വ്യക്തതയില്ല. ദേവസ്വം വിജിലൻസും നേരത്തെ ഇക്കാര്യം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം സ്വർണം സംഭാവനയായി നൽകിയ മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്താനാണ് വിജിലൻസ് നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.